ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വെൽക്കം. ഇന്ന് നമ്മളൊരു ഉണക്ക മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മാങ്ങ ഇങ്ങനെ ഉണക്കണമെന്നുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടൊന്നും നമ്മൾ ജസ്റ്റ് 2 ദിവസം മാത്രമാണ് ഈ മാങ്ങ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ അതിനാവശ്യമായിട്ട് നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, അതുപോലെ തന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലെണ്ണയാണ്. ആവശ്യത്തിന് നമുക്ക് നല്ലെണ്ണ വേണം. അതുപോലെ പിന്നെ വേണ്ടത് കടുക്, വിനാഗിരി, ഞാനിവിടെ അച്ചാർ പൊടിയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ അച്ചാർ പൊടി, ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ്. ഈ അച്ചാർ പൊടിയുടെ പാക്കിൽ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ഇതിൽ ചേർക്കേണ്ട മെത്തേഡ് എന്നുള്ളതൊക്കെ ഇതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വെളുത്തുള്ളി, വേപ്പില, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മാങ്ങ കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ആ മാങ്ങേനൊന്ന് കുറച്ച് നേരം ആ തീയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ അച്ചാറിൻ്റെ പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്ത് ഒന്ന് ചൂടായി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം ഈ പൊടികളൊക്കെ ഒന്ന് മുരിഞ്ഞ് എല്ലാം റെഡിയായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പും വിനാഗിരിയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വിനാഗിരി ആഡ് ചെയ്യുന്ന വീഡിയോ ഞാനതിലിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. ഇതാണ് ഇത്രയുള്ളൂ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.